ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ തോൽക്കില്ല. അച്ഛനിപ്പോ വിശ്രമമാണ് ആവശ്യം. അച്ഛനെ ജയിപ്പിക്കാൻ അച്ഛന്റെ മകനോടുണ്ട്. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം, അവർക്കിത് വിയോഗം. അവൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല. അവൻ പോയിട്ട് വരട്ടടി. മഹേന്ദ്രന്റെ മകനാ അവൻ. അവൻ പറഞ്ഞിട്ട് പോയ വാക്ക് നീ കേട്ടില്ലേ? ശിവോഹം. കളക്ടർ ഏത് നിമിഷം ഇവിടെ വരും. നമ്മുടെ ആൾക്കാരെല്ലാം റെഡിയായി ഇവിടെ നിൽക്കണം. ആ കാര്യം ഞങ്ങളേറ്റു. സ്വാമിയണ്ണന് വിളിയടാ. ഇതിപ്പോ കളക്ടർ രണ്ടും കൽപ്പിച്ചുള്ള വരവാ. സ്വാമിയണ്ണ, കളക്ടർ എത്തിയിട്ടുണ്ട്. ഞാൻ വേണ്ട ചെയ്തോളാം. തൽക്കാലം നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യും. ശരി, ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും ഇവിടെ താമസിക്കുന്നവരല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വീടുകളിൽ നിന്നും നിങ്ങളോട് ഇറങ്ങാൻ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ മര്യാദയുടെ പേരിൽ പറയുന്നു, അകത്തുള്ള നിങ്ങളുടെ സാധനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മാറ്റണം. പിന്നെ ഇടിച്ചു പൊളിച്ചു കഴിയുമ്പോ അത് പിന്നെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഞങ്ങളിപ്പോ ഒരിടത്തേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? അപ്പൊ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മാഡം ചുമ്മാ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. തൊഴിലാളികളാ, അവര് സംഘടിച്ചാ പിന്നെ നൂലാമാലകൾ ഒരുപാട് പിന്നാലെ വരും. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് പഞ്ചായത്തോ അതോ മാണിക്കോത്ത് ഗ്രൂപ്പോ? പഞ്ചായത്തിലെ ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മാണിക്കോത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, എപ്പോ നോക്കിയാലും നിങ്ങൾ ഇവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഇവിടെ കാണുമല്ലോ. അതുകൊണ്ട് ചോദിച്ചത്. നിങ്ങളിപ്പോ കൈയടക്കി വെച്ചിരിക്കുന്നത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാ. അതിൽ നിന്ന് നിങ്ങൾ എന്തായാലും ഒഴിഞ്ഞു തന്നേ ഒക്കൂ. എതിർത്താൽ ഞങ്ങൾക്ക് കൂടുതൽ പോലീസിനെ വിളിക്കേണ്ടി വരും. എത്ര പോലീസ് വന്നാലും ഇവിടുന്ന് ആരും ഒഴിയത്തില്ല. ബലം പ്രയോഗിക്കണമെങ്കിൽ ബലം പ്രയോഗിച്ചോ. ആര് വന്നാലും തടയാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശിവൻ കുഞ്ഞുണ്ട്. ശിവൻ കുഞ്ഞ്? അതാര്? പേരിൽ തന്നെ ഒരു കുഞ്ഞുണ്ടല്ലോ. അല്ലാതെ പേടിക്കാൻ കൈലാസനാഥനായ സാക്ഷാൽ പരമശിവനൊന്നും അല്ലല്ലോ. ആര് തടയാൻ വന്നാലും ഞങ്ങള് ഞങ്ങളുടെ ജോലി ചെയ്യും. എല്ലാത്തിനെയും പിടിച്ച് പുറത്തേക്ക് ഇറക്ക്. പുറത്തേക്ക് ഇറങ്ങണം.
ഒരു സംഘർഷം ഒഴിവാക്കുന്നില്ല മേഡം നല്ലത്. മനസ്സിലായില്ല. നമ്മൾ ആരാണാവോ? ശിവൻ. ഓ, ഓ, അപ്പൊ ഇയാളായിരുന്നോ ആ അവതാരം? ഇവിടെ ഈ പാവങ്ങളെ രക്ഷിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാരും കൂടി തന്നെ അങ്ങ് പൊക്കി വെച്ചിരിക്കുകയാണല്ലോ. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാൻ ശിവൻ എവിടെ ഇരിക്കുന്നേ? ഹിമാലയ സാനുക്കളുടെ ഉത്തംഗ ശൃംഗത്തിൽ. പാവങ്ങളാ ചുമ്മാ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളൊന്ന് നിന്നു കൊടുത്താ മതി. അവർക്കൊരു സന്തോഷം, അത് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം. പക്ഷേ ഇവിടെ ഇയാൾക്ക് തെറ്റി. ഇവിടെ എതിരിടാൻ പോകുന്നത് സ്ഥലം ജില്ലാ കളക്ടർ അടുത്ത്. അടി ഇരന്ന് വാങ്ങാൻ നിക്കല്ലേ. ഈ സന്തോഷമൊക്കെ അങ്ങ് സങ്കടമായിട്ട് മാറും. സത്യം പറയാലോ, ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ലെന്നേ. കാരണം ഞാൻ കുറച്ചു കാലം അകത്തായിരുന്നു. അങ്ങ് സെൻട്രൽ ജയിലിലെ. അവിടെ ഇങ്ങനെ മാന്യന്മാരായ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ ആരെയും കമ്പനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലായി പോയനെ. കിട്ടിയത് പോക്കറ്റ് അടിക്കാരെയും കുതുകാല് വെട്ടിയവരെയും പെൺവാണിപ്പക്കാരെയൊക്കെയാ. അതുകൊണ്ടെന്താ, കാണിക്കുന്ന മുഴുവൻ തോന്നിവാസങ്ങളാ. അതുകൊണ്ട് പറയുന്ന ഭാഷയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരാം. കളക്ടറേറ്റ് അതുകൊണ്ടൊന്ന് ക്ഷമിക്കേണ്ടി വരും. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് ചാടിയ നിങ്ങളൊക്കെ തന്നെയാ. ഇത് ഞങ്ങളുടെ മണ്ണാ, ഞാൻ കളിച്ചു വളർന്ന മണ്ണ്. ഇതൊരു സുപ്രഭാതത്ത് വന്ന് വിട്ടുതരാൻ പറഞ്ഞാലേ മുഖത്ത് നോക്കി തന്നെ ശിവൻ പറയും പറ്റില്ലെന്ന്.